അധ്യായം 11. ഹൂദ്. പ്രതിപാദ്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ സൂറ യൂനുസ് അവതരിച്ച കാലത്തു തന്നെയാണ് ഈ സൂറയും അവതരിച്ചതെന്ന് മനസ്സിലാവുന്നു. അതിനോട് ചേർന്ന് തന്നെ അവതരിച്ചതാവാനും ഇടയുണ്ട്. കാരണം അതിൽ പ്രതിപാദിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പ്രതിപാദിക്കുന്നത്. എന്നാൽ താക്കീദിന്റെ ശൈലി ഇതിൽ കൂടുതൽ രൂക്ഷമാണ്. ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്: അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി തിരുമേനിയോട് ചോദിച്ചു, അങ്ങ് വൃദ്ധനായി വരുന്നത് ഞാൻ കാണുന്നു, എന്താണ് അതിന് കാരണം? അവിടുന്ന് പറഞ്ഞു, ഹൂദും അതിന്റെ സഹോദരികളുമാണ് എന്നെ നരപ്പിച്ചത്. അഥവാ അതേ ഉള്ളടക്കമുള്ള തൊട്ടടുത്ത സൂറകൾ. ആ കാലഘട്ടം തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം കഠിനമായിരുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഒരു ഭാഗത്ത് കാഫിറുകളായ ഖുറൈശികൾ സർവായുധ സജ്ജരായി ഈ സത്യപ്രബോധനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് അള്ളാഹുവിൽ നിന്ന് അടിക്കടി താക്കീതുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പരിതസ്ഥിതിയിൽ അള്ളാഹു അവർക്ക് നൽകിയ അവസരം അവസാനിക്കുകയില്ലേ? ശിക്ഷ കൊണ്ട് അവരെ ഒന്നടങ്കം നശിപ്പിക്കുന്ന ആ അവസാന നിമിഷം ആസന്നമാവുകയില്ലേ എന്നിങ്ങനെയുള്ള ആശങ്കകൾ സദാ തിരുമേനിയെ അലട്ടിക്കൊണ്ടിരുന്നിരിക്കാം. യഥാർത്ഥത്തിൽ ഈ സൂറ വായിക്കുമ്പോൾ തോന്നുന്നതിങ്ങനെയാണ്: ഒരണക്കെട്ട് പൊട്ടാറായിരിക്കുന്നു. അതിന്റെ പ്രചണ്ഡമായ പ്രവാഹത്തിൽ ഒലിച്ചു പോകാനിരിക്കുന്ന ബുദ്ധിശൂന്യരായ ജനങ്ങളെ അന്തിമമായി താക്കീത് ചെയ്തുകൊണ്ടിരിക്കുന്നു. യൂനുസ് അധ്യായത്തിലേതു തന്നെയാണ് ഇതിന്റെയും ഉള്ളടക്കം. അതായത് പ്രബോധനവും ഉദ്ബോധനവും താക്കീതും. യൂനുസ് അധ്യായത്തെ അപേക്ഷിച്ച് ഇതിലെ പ്രബോധനം കൂടുതൽ സംക്ഷിപ്തമാണ് എന്ന വ്യത്യാസമുണ്ട്. ഉദ്ബോധനത്തിലാവട്ടെ തെളിവുകൾ കുറവും ഉപദേശ നിർദ്ദേശങ്ങൾ കൂടുതലും കാണാം. താക്കീതുകൾ വ്യക്തമാണെന്ന് മാത്രമല്ല, കൂടുതൽ ശക്തവുമാണ്. പ്രബോധനം ഇതാണ്: പ്രവാചകന്റെ വാക്കുകൾ അനുസരിക്കുക, ശിർക്കിൽ നിന്ന് അകന്നു നിൽക്കുക, മറ്റെല്ലാവരുടെയും അടിമത്തം ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ മാത്രം അടിമത്തം സ്വീകരിക്കുക, ഐഹിക ജീവിതത്തിന്റെ മുഴുവൻ വ്യവസ്ഥയും പരലോകത്ത് വെച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കുക. ഉദ്ബോധനം ഇതാണ്: ഐഹിക ജീവിതത്തിന്റെ ബാഹ്യവശത്തെ മാത്രം അവലംബിച്ച് ഏതൊരു ജനവിഭാഗം അള്ളാഹുവിന്റെ പ്രവാചകനെ ധിക്കരിച്ചിട്ടുണ്ടോ അവരതിന്റെ പരിണാമം എന്തുമാത്രം തിക്തമായിരുന്നുവെന്ന് കണ്ടിട്ടുണ്ട്. ചരിത്രത്തിന്റെ നിരന്തരമായ അനുഭവ പാഠങ്ങൾ വിനാശകരമെന്ന് ഖണ്ഡിതമായും സ്ഥാപിച്ചു കഴിഞ്ഞ അതേ മാർഗം തന്നെ പിന്തുടരണമെന്ന് നിങ്ങൾക്കും നിർബന്ധമുണ്ടോ? താക്കീത് ഇങ്ങനെയാണ്: ശിക്ഷയുടെ കാലതാമസം അള്ളാഹു ഔദാര്യമായി നൽകിയ ഒരു ഇടവേള മാത്രമാണ്. ഈ ഇടവേളയിൽ നിങ്ങൾ മുൻ നിലപാടിൽ നിന്ന് മടങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ശക്തിക്കും തടുക്കാൻ സാധ്യമല്ലാത്തതും സത്യവിശ്വാസികൾ ഒഴികെ മറ്റെല്ലാവരെയും നിലംപരിശാക്കുന്നതുമായ ശിക്ഷ നിങ്ങളിൽ ആപതിക്കുക തന്നെ ചെയ്യും. ഈ വിഷയം അവതരിപ്പിക്കുന്നതിനിടയിൽ സാന്ദർഭികമായി നൂഹ് ജനത, ആദ്, സമൂദ്, ലൂത്ത് ജനത, മദിയൻവാസികൾ, ഫിർഔന്റെ ജനത തുടങ്ങിയവരുടെ കഥകളും ധാരാളം പരാമർശിക്കുന്നുണ്ട്. ഈ കഥകളിലൂടെ പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വസ്തുത ഇതാണ്: ദൈവം അന്തിമമായ തീരുമാനമെടുക്കുമ്പോൾ അത് തീരെ ദാക്ഷിണ്യമില്ലാത്തതായിരിക്കും. അവിടെ ആരോടും ഒരു മമതയും കാണിക്കുകയില്ല. ആരുടെ മകനാണ്, ആരുടെ ബന്ധുവാണ് എന്നിങ്ങനെയുള്ള പരിഗണനയും ഉണ്ടായിരിക്കില്ല. സന്മാർഗത്തിലേക്ക് വന്നവർക്ക് മാത്രമാണ് അവന്റെ കാരുണ്യം ലഭ്യമാവുക. അതില്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകന്റെ ഭാര്യയോ മകനോ ആണെങ്കിൽ പോലും അള്ളാഹുവിന്റെ കോപാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഇത്രമാത്രമല്ല, ഈമാനും കുഫറും തമ്മിൽ നിർണായകമായ സംഘട്ടനം നടക്കുമ്പോൾ സത്യവിശ്വാസികൾ പിതാവ്, പുത്രൻ, ഭർത്താവ്, ഭാര്യ എന്നിങ്ങനെയുള്ള ബന്ധങ്ങൾ മറന്നുകളയണം. അവർ തികഞ്ഞ നീതിനിഷ്ഠയുള്ളവരായിരിക്കണം. സത്യത്തോടുള്ള ബന്ധമൊഴികെ മറ്റെല്ലാ ബന്ധങ്ങളും പൊട്ടിച്ചെറിയണം. ഇത്തരം സന്ദർഭങ്ങളിൽ രക്തബന്ധത്തിനും കുടുംബബന്ധത്തിനുമൊക്കെ അണുതൂക്കമെങ്കിലും പ്രാധാന്യം കൽപ്പിക്കുന്നത് ഇസ്ലാമിന്റെ ചൈതന്യത്തിന് തന്നെ വിരുദ്ധമാണ്. ഈ അധ്യാപനത്തിന്റെ സാക്ഷാത്കാരമാണ് 3-4 വർഷങ്ങൾക്ക് ശേഷം മുഹാജിറുകളായ മുസ്ലിങ്ങൾ ബദർ യുദ്ധത്തിൽ കാഴ്ചവെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം റാ. കിതാബുൻ ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമിൻ ഖബീർ. അലിഫ് ലാം റാ. യുക്തിമാനും അഭിജ്ഞനുമായവനിൽ നിന്നുള്ള സുഭദ്രവും
സുവിശദവുമായ സൂക്തങ്ങൾ അരുളപ്പെട്ട വിളംബരം. കിതാബ് എന്ന പദത്തിന് വിവരണശൈലിക്ക് അനുയോജ്യമായി വിളംബരം എന്നാണിവിടെ പരിഭാഷ കൊടുത്തിരിക്കുന്നത്. അറബി ഭാഷയിൽ ഈ പദം ഗ്രന്ഥം, ഏട് എന്നീ അർത്ഥങ്ങളിൽ മാത്രമല്ല, കൽപ്പന, രാജശാസന, വേദം എന്നീ അർത്ഥങ്ങളിലും പ്രയോഗിക്കാറുണ്ട്. ഖുർആനിൽ തന്നെയും ചില സ്ഥലങ്ങളിൽ ഈ പദം ഇതേ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതായത്, ഈ ഉത്തരവിലൂടെ വിവരിക്കുന്ന കാര്യങ്ങൾ സുദൃഢവും മാറ്റമില്ലാത്തതും അളന്നു മുറിച്ച് കണക്കാക്കിയിട്ടുള്ളതുമാണ്. വാചക കസർത്തുകളല്ല, വാചാലതയുടെ മാസ്മരികതയോ കാവ്യഭാവനയോ അല്ല. യാഥാർത്ഥ്യം വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഒരു പദം പോലും സത്യത്തേക്കാൾ അധികമോ കുറവോ ആണെന്ന് പറയാൻ സാധ്യമല്ല. മാത്രമല്ല, ഈ സൂക്തങ്ങൾ വളരെ സ്പഷ്ടവുമാണ്. ഇതിലെ ഓരോ കാര്യവും വ്യക്തമായ ഭാഷയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. വിവരണത്തിൽ സങ്കീർണതയോ അവ്യക്തതയോ ഇല്ല തന്നെ. ഓരോ കാര്യവും വെവ്വേറെ വിവരിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ് ഇന്നനീ ലകും മിൻഹു നദീറുൻ വബശീർ. നിങ്ങൾ അല്ലാഹുവിന് മാത്രമേ അടിമപ്പെടാവൂ. ഞാൻ അവങ്കൽ നിന്ന് നിങ്ങളിലേക്കുള്ള മുന്നറിയിപ്പുകാരനും സുവിശേഷകനുമാകുന്നു. وَأَنِ اسْتَغْفِرُوا رَبَّكُمْ ثُمَّ تُوبُوا إِلَيْهِ يُمَتِّعْكُمْ مَتَاعًا حَسَنًا إِلَى أَجَلٍ مُّسَمًّى وَيُؤْتِ كُلَّ ذِي فَضْلٍ فَضْلَهُ وَإِن تَوَلَّوْا فَإِنِّي أَخَافُ عَلَيْكُمْ عَذَابَ يَوْمٍ كَبِيرٍ. നിങ്ങളുടെ റബ്ബിനോട് മാപ്പ് തേടുവിൻ, അവങ്കിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവിൻ. എങ്കിൽ നിശ്ചിത കാലം വരെ അവൻ നിങ്ങൾക്ക് മെച്ചമായ ജീവിത വിഭവങ്ങൾ നൽകുന്നതാകുന്നു. ശ്രേഷ്ഠതയുള്ളവർക്ക് അവരുടെ ശ്രേഷ്ഠതയനുസരിച്ച് കർമ്മഫലം നൽകുന്നതാകുന്നു. എന്നാൽ പിന്തിരിയുകയാണെങ്കിലോ ഞാൻ ഭീകരമായ ഒരു ദിനത്തിലെ ശിക്ഷയെ ഭയപ്പെടുന്നു. അതായത്, ഭൂമിയിൽ നിങ്ങൾക്ക് നിവസിക്കാൻ നിശ്ചയിച്ച അത്രയും കാലം മോശമായ വിധത്തിലല്ല, ഏറ്റവും ഉത്തമമായ വിധത്തിൽ തന്നെ നിങ്ങളെ ജീവിപ്പിക്കും. അവന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടും. അവന്റെ കൃപാകടാക്ഷത്തോടുകൂടി നിങ്ങൾ ഔന്നത്യമുള്ളവരാകും. പ്രശ്നങ്ങളില്ലാത്ത സന്തുഷ്ടമായ ഒരവസ്ഥ നിങ്ങൾക്ക് വരും. ജീവിതത്തിൽ സ്വൈര്യവും സമാധാനവും ഉണ്ടാവും. നിങ്ങൾ നിന്ദിതരും നീചരുമാവുകയില്ല, ഉന്നതരും അന്തസ്സുള്ളവരുമായിരിക്കും. സൂറ അന്നഹൽ 97-ാം സൂക്തത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മമാചരിക്കുന്നവനെ നാം വിശുദ്ധമായ രീതിയിൽ ജീവിപ്പിക്കും. ഭൗതിക പൂജകരും അജ്ഞരുമായ ജനങ്ങളുടെ കാതുകളിൽ പിശാച് ദുർബോധനം നടത്തുന്നത് വഴി ഉണ്ടായിത്തീരുന്ന പൊതുവായ തെറ്റിദ്ധാരണയെ അകറ്റുകയാണ് ഇതുകൊണ്ടുദ്ദേശ്യം. പിശാച് പറയും, ദൈവഭക്തിയും സദാചാരവും ധർമ്മബോധവും കൈക്കൊള്ളുക വഴി മനുഷ്യന് പരലോകം കിട്ടിയെങ്കിലായി. പക്ഷേ ഇഹലോകം തീർച്ചയായും നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ദാരിദ്ര്യവും ദുരിതവും നിറഞ്ഞ ജീവിതമല്ലാതെ ഇഹലോകത്ത് അവർക്കില്ല. ഇതിനെ ഖണ്ഡിച്ച് അല്ലാഹു പറയുന്നു, ഈ സന്മാർഗം സ്വീകരിക്കുക വഴി നിങ്ങൾക്ക് പരലോകം മാത്രമല്ല ഇഹലോകവും ലഭിക്കുന്നതാണ്. പരലോകത്തെന്ന പോലെ ഇഹലോകത്തും യഥാർത്ഥ ഔന്നത്യവും വിജയവും ലഭിക്കുന്നത് ശരിയായ ദൈവവിശ്വാസത്തോടൊപ്പം പരിശുദ്ധമായ ജീവിതം നയിക്കുന്നവർക്കാണ്. ആരുടെ സ്വഭാവം സംശുദ്ധമാണോ, ആരുടെ ഇടപാടുകൾ സത്യസന്ധമാണോ, കാര്യങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്നത് ആരെയാണോ, ആരിൽ നിന്നാണോ എല്ലാവരും നന്മ മാത്രം പ്രതീക്ഷിക്കുന്നത്, ആരെക്കുറിച്ചാണോ ഏതെങ്കിലും വ്യക്തിക്കോ ജനതയ്ക്കോ ഒരിക്കലും തിന്മയുണ്ടാവുമെന്ന് ആശങ്കിക്കാത്തത്, അവർക്ക് തന്നെയാണ് ഔന്നത്യവും വിജയവും ലഭിക്കുന്നതും. ഇതിനു പുറമെ മതാഉൽ ഹസൻ എന്ന പ്രയോഗത്തിൽ മറ്റൊരു വശം കൂടി പരിഗണനാർഹമായിട്ടുണ്ട്. ഐഹികമായ ജീവിത സൗകര്യങ്ങൾ ഖുർആന്റെ വീക്ഷണത്തിൽ രണ്ടു തരമാണ്. ഒന്ന്, ദൈവധിക്കാരികളായ ജനങ്ങളെ നാശത്തിലകപ്പെടുത്താൻ വേണ്ടി നൽകപ്പെടുന്ന വിഭവ സമൃദ്ധി തന്നെ. ഇത്തരം ജനങ്ങൾ ഈ വിഭവങ്ങളിൽ വഞ്ചിതരായി ദൈവനിഷേധത്തിലും ഭൗതിക പൂജയിലും കൂടുതൽ മുഴുകുന്നു. പ്രത്യക്ഷത്തിൽ ഇവയെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമായിരിക്കും. പക്ഷേ
പരോക്ഷമായി അവ അള്ളാഹുവിന്റെ ശാപവും ശിക്ഷയുടെ മുന്നോടിയുമാണ്. മതാഉൽ ഖുറൂർ അഥവാ വഞ്ചനാത്മക വിഭവങ്ങൾ എന്ന പദം കൊണ്ടാണ് ഖുർആൻ അതിനെ വിവരിച്ചിരിക്കുന്നത്. 2. മനുഷ്യൻ സന്തുഷ്ടനാവുകയും ശക്തനാവുകയും അങ്ങനെ അള്ളാഹുവിനോട് കൂടുതൽ നന്ദിയുള്ളവനാകാൻ കാരണമായി തീരുകയും ചെയ്യുന്ന വിഭവങ്ങൾ. അതുകൊണ്ടവൻ ദൈവത്തിന്റെയും അടിമകളുടെയും സ്വന്തം ദേഹത്തിന്റെ തന്നെയും അവകാശങ്ങൾ പൂർണ്ണമായി നിറവേറ്റിക്കൊടുക്കും. ദൈവദത്തമായ മാർഗങ്ങളിലൂടെ ശക്തി സംഭരിച്ച് ഭൂമിയിൽ നന്മ വളർത്താനും തിന്മ നിർമ്മാർജ്ജനം ചെയ്യാനും കൂടുതൽ പരിശ്രമിക്കും. ഇത് ഖുർആന്റെ ഭാഷയിൽ മതാഉൽ ഹസൻ അഥവാ ഉത്തമ വിഭവങ്ങളാണ്. അതായത് ഇത്തരം ഉത്തമ വസ്തുക്കൾ ഐഹിക ജീവിതത്തോടുകൂടി അവസാനിക്കുന്നില്ല, പരലോക ജീവിതത്തിനും അതൊരു മാധ്യമമായി തീരുന്നു. ഒരാൾ സ്വഭാവത്തിലും കർമ്മത്തിലും എത്രമാത്രം മുമ്പോട്ടു പോകുന്നുവോ അത്ര തന്നെ ഉന്നതമായ പദവി അള്ളാഹു അവന് നൽകും. അള്ളാഹുവിന്റെ അടുക്കൽ ആരുടെയും നന്മ പാഴായി പോവുകയില്ല. അവന്റെ അടുക്കൽ തിന്മ വില കൽപ്പിക്കപ്പെടുകയില്ല, നന്മ വിലമതിക്കപ്പെടുകയും ചെയ്യും. ഒരു വ്യക്തി തന്റെ ചര്യയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും എന്തുമാത്രം ശ്രേഷ്ഠത അർഹിക്കുന്നുവോ ആ ശ്രേഷ്ഠതകൾ അത്രയും അവന് ലഭിക്കുക തന്നെ ചെയ്യും. ഇലല്ലാഹി മർജിഉകും വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നിങ്ങളെല്ലാവരും അള്ളാഹുവിങ്കലേക്ക് മടങ്ങേണ്ടതുണ്ട്. അവൻ സകല സംഗതികൾക്കും കഴിവുള്ളവനാകുന്നു. അലാ ഇന്നഹും യസ്നൂന സുദൂറഹും ലിയസ്തഖ്ഫൂ മിൻഹു അലാ ഹീന യസ്തഗ്ശൂന സിയാബഹും യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ ഇന്നഹു അലീമുൻ ബിദാതിസ് സുദൂർ. നോക്കുക, ഈ ജനം മുന്നറിയിപ്പുകാരനിൽ നിന്ന് മറഞ്ഞു നിൽക്കാൻ വേണ്ടി മാറുകൾ തിരിക്കുന്നു. ഇവർ വസ്ത്രങ്ങൾ കൊണ്ട് സ്വയം മൂടുമ്പോഴും അവരുടെ രഹസ്യവും പരസ്യവുമെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. അവരുടെ മാറിടങ്ങളിൽ ഒളിച്ചുവെച്ചിട്ടുള്ള രഹസ്യങ്ങളും അറിയുന്നവനത്രേ അവൻ. മക്കയിൽ മുഹമ്മദ് നബിയുടെ പ്രബോധനം ഏറെക്കുറെ പ്രചാരം നേടിയപ്പോൾ നല്ലൊരു വിഭാഗം ആളുകൾ എതിർപ്പിൽ വലിയ തീക്ഷ്ണതയൊന്നും കാണിച്ചിരുന്നില്ല. എന്നാൽ അവർക്ക് കടുത്ത അസഹ്യതയുണ്ടായിരുന്നു. തിരുമേനിയിൽ നിന്ന് കഴിയുന്നത്ര അകന്നു നിൽക്കുക എന്നതായിരുന്നു അവർ സ്വീകരിച്ച നിലപാട്. അവിടുത്തെ ഒരു വാക്കുപോലും കേൾക്കാൻ അവർ സന്നദ്ധരായിരുന്നില്ല. തിരുമേനി എവിടെയെങ്കിലും ഇരിക്കുന്നത് കണ്ടാൽ ഉടനെ തിരിഞ്ഞുപോയി കളയും. ദൂരെ നിന്ന് വരുന്നത് കണ്ടാൽ മുഖം തിരിക്കുകയോ വസ്ത്രം കൊണ്ട് മുഖം മറയ്ക്കുകയോ ചെയ്യുമായിരുന്നു. തിരുമേനിയെ നേർക്കുനേരെ അഭിമുഖീകരിക്കാതിരിക്കാനും തന്റെ ദൗത്യത്തെപ്പറ്റി ഒന്നും തന്നെ സംസാരിക്കാതിരിക്കാനുമായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. ഇത്തരം ആളുകളെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ. ഭൂമിയിൽ ചരിക്കുന്ന ഒരു ജീവിയുമില്ല അതിന്റെ ആഹാരം അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലായിട്ടല്ലാതെ. അത് എവിടെ നിലകൊള്ളുന്നുവെന്നും അവസാനം എവിടെ ചെന്നെത്തുന്നുവെന്നും അവൻ അറിയുന്നു. എല്ലാം കൃത്യമായ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഓരോ പറവയുടെ കൂടും ഓരോ ജന്തുവിന്റെ മാളവും അള്ളാഹുവിനറിയാം. അവയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ സാമഗ്രികൾ അവൻ അവയുടെ സ്ഥാനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നു. ഓരോ പ്രാണിയും എവിടെയാണ് ജീവിക്കുന്നതെന്നും ജീവൻ നൽകിയ തനിക്ക് തന്നെ അത് തിരിച്ചേൽപ്പിക്കുക എവിടെ വെച്ചാണെന്നും അവനറിയാം. ഇതാണ് അള്ളാഹുവിന്റെ അറിവിന്റെ സ്വഭാവമെങ്കിൽ മുഖം മറച്ചതുകൊണ്ടോ കാതുകളിൽ വിരലുകൾ തിരുകിയതുകൊണ്ടോ കണ്ണു ചിമ്മിയതുകൊണ്ടോ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ ധരിക്കുന്നതിൽ പരം വിഡ്ഢിത്തം എന്താണുള്ളത്? സത്യപ്രബോധകനിൽ നിന്ന് മുഖം മറയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾക്കെന്താണ് നേടാൻ കഴിയുക? അള്ളാഹുവിൽ നിന്ന് ഒളിക്കാൻ സാധിക്കുമോ? ഒരു മനുഷ്യൻ നിങ്ങളെ സന്മാർഗത്തിലേക്ക് ആനയിക്കാൻ തീവ്രയത്നം ചെയ്യുന്നതും നിങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു വാക്കുപോലും ചെവിയിൽ പതിയാതിരിക്കാൻ അങ്ങേയറ്റം ശ്രമിക്കുന്നതും അള്ളാഹു കാണുന്നില്ലെന്നോ?
وهو الذي خلق السماوات والأرض في 6 أيام وكان عرشه على الماء ليبلوكم أيكم أحسن عملا ولئن قلت إنكم مبعوثون من بعد الموت ليقولن الذين كفروا إن هذا إلا سحر مبين. അവനത്രേ ആകാശലോകത്തെയും ഭൂമിയെയും 6 നാളുകളിൽ സൃഷ്ടിച്ചത്. അതിനു മുമ്പ് അവന്റെ സിംഹാസനം ജലത്തിന്റെ മീതെയായിരുന്നു. നിങ്ങളിലേറ്റവും സുന്ദരമായി കർമ്മം ചെയ്യുന്നവനാരെന്ന് പരീക്ഷിക്കേണ്ടതിന്. നിങ്ങൾ മരണാനന്തരം പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്ന് താങ്കൾ ജനത്തോട് പറയുമ്പോൾ ഉടനെ നിഷേധികൾ ഇത് വ്യക്തമായ മാരണം തന്നെ എന്ന് ഘോഷിക്കും. സാധാരണയായി ആളുകൾ ഉന്നയിക്കാറുള്ള ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് ഈ ഇടവാചകം. ആകാശവും ഭൂമിയും മുമ്പുണ്ടായിരുന്നില്ല, പിന്നീട് സൃഷ്ടിക്കപ്പെട്ടതാണ് എങ്കിൽ മുമ്പ് ഉണ്ടായിരുന്നതെന്താണ്? ഈ ചോദ്യം ഇവിടെ ഉദ്ധരിക്കാതെ ഒറ്റ വാചകത്തിൽ അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ്. മുമ്പ് വെള്ളമായിരുന്നു. ഈ വെള്ളം എന്നതിന്റെ ഉദ്ദേശ്യം എന്താണ്? നാം ആ പേരിലറിയുന്ന അതേ വസ്തു തന്നെയാണോ? അതല്ല, പദാർത്ഥങ്ങൾ ഇന്നു നാം കാണുന്ന രൂപത്തിലാവുന്നതിന് മുമ്പുണ്ടായിരുന്ന ദ്രാവകാവസ്ഥയ്ക്ക് ഈ പദം ആലങ്കാരികമായി പ്രയോഗിച്ചതോ? നമുക്കതറിയില്ല. നമുക്ക് മനസ്സിലായിടത്തോളം അള്ളാഹുവിന്റെ സിംഹാസനം വെള്ളത്തിന്മേലായിരുന്നു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം അന്ന് വെള്ളത്തിന്മേലായിരുന്നു അള്ളാഹുവിന്റെ ആധിപത്യം എന്നാണ്. സുന്ദരമായി കർമ്മം ചെയ്യുന്നവനാരെന്ന് പരീക്ഷിക്കാൻ വേണ്ടി എന്ന പ്രസ്താവനയുടെ ഉദ്ദേശ്യം ഇതാണ്. നിങ്ങളെ സൃഷ്ടിക്കണമെന്ന ഉദ്ദേശ്യത്തോടു കൂടിയാണ് അള്ളാഹു ഈ ആകാശഭൂമികൾ സൃഷ്ടിച്ചത്. നിങ്ങളെ സൃഷ്ടിച്ചതാകട്ടെ നിങ്ങളുടെ മേൽ ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളുടെ ഭാരം ചുമത്തുകയും പ്രാതിനിധ്യസ്ഥാനം ഏൽപ്പിച്ചു തരികയും ചെയ്ത ശേഷം പ്രസ്തുത സ്ഥാനവും ഉത്തരവാദിത്വങ്ങളും ഉപയോഗിക്കുന്നതാരെന്ന് പരിശോധിക്കുന്നതിനായിരുന്നു. ഈ സ്ഥാനം നൽകുന്നതോടൊപ്പം ഒരു പരീക്ഷണത്തിന്റെയും വിചാരണയുടെയും ചോദ്യത്തിന്റെയും രക്ഷാശിക്ഷയുടെയും പ്രശ്നമുണ്ടായിരുന്നില്ലെങ്കിൽ സൃഷ്ടികർമ്മം ഒരു വിനോദം മാത്രമാകുമായിരുന്നു. മനുഷ്യന് ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങൾ ഉള്ളതോടൊപ്പം ആ ഉത്തരവാദിത്വത്തിന്റെ പാലനത്തിലും ലംഘനത്തിനും അനന്തരഫലമൊന്നുമില്ലാതെ മരിച്ചു മണ്ണടിഞ്ഞു പോവുക മാത്രമായിരുന്നുവെന്ന് കരുതുക. എങ്കിൽ ഉത്തരവാദിത്വത്തിന് എന്തർത്ഥം? ഈ പ്രപഞ്ച വസ്തുക്കളെ സൃഷ്ടിച്ചത് കേവലം വ്യർത്ഥമായ തമാശയായിരുന്നുവെങ്കിൽ ഈ കോലാഹലം അത്രയും തികച്ചും നിരർത്ഥകമായി തീരുമായിരുന്നു. നിഷേധികൾ ശക്തമായ മാരണം തന്നെ എന്ന് ഘോഷിക്കുന്നതിന്റെ കാരണമിതാണ്. പ്രപഞ്ചമത്രയും ഒരു കളിക്കാരന്റെ കളിവീടും അവർ അതിലെ കളിക്കോപ്പുകളുമാണെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് അവർ. ഈ മൂഢസങ്കല്പത്തിൽ അവർ ഏറെ സന്തുഷ്ടരാണ്. അതിനാൽ ഈ ജീവിതഗേഹത്തിന്റെ ഗൗരവപൂർണമായ ഉദ്ദേശ്യവും സ്വന്തം അസ്തിത്വത്തിന്റെ ബുദ്ധിപരമായ ലക്ഷ്യവും വിവരിച്ചു കൊടുക്കുമ്പോൾ അവർ പൊട്ടിച്ചിരിക്കുന്നു. ഇയാൾ മന്ത്രവാദിയെപ്പോലെ സംസാരിക്കുന്നുവെന്ന് പരിഹസിക്കുകയും ചെയ്യുന്നു. وَلَئِنْ أَخَّرْنَا عَنْهُمُ الْعَذَابَ إِلَى أُمَّةٍ مَّعْدُودَةٍ لَيَقُولُنَّ مَا يَحْبِسُهُ أَلَا يَوْمَ يَأْتِيهِمْ لَيْسَ مَصْرُوفًا عَنْهُمْ وَحَاقَ بِهِم مَّا كَانُوا بِهِ يَسْتَهْزِئُونَ. നാം നിശ്ചിത അവധി വരെ ശിക്ഷയെ പിന്തിപ്പിച്ചാൽ അവർ ചോദിക്കും, എന്താണ് അതിനെ തടുത്തു നിർത്തിയത്? അറിയുക, ആ ശിക്ഷ ആസന്നമാകുന്ന നാളിൽ അതവരിൽ നിന്ന് തിരിച്ചുവിടപ്പെടുന്നതല്ല തന്നെ. അവർ പരിഹസിച്ചുകൊണ്ടിരുന്ന മഹാവിപത്ത് അവരിൽ വന്നു ഭവിക്കുക തന്നെ ചെയ്യും. وَلَئِنْ أَذَقْنَا الْإِنسَانَ مِنَّا رَحْمَةً ثُمَّ نَزَعْنَاهَا مِنْهُ إِنَّهُ لَيَئُوسٌ كَفُورٌ. നാം ഒരിക്കൽ മനുഷ്യന് നമ്മുടെ അനുഗ്രഹം ആസ്വദിപ്പിക്കുകയും പിന്നീട് അത് തടയുകയും ചെയ്താൽ അവൻ നിരാശനും തീരെ നന്ദികെട്ടവനുമായി തീരുന്നു. وَلَئِنْ أَذَقْنَاهُ نَعْمَاءَ
بعد ضراء مسته ليقولن ذهب السيئات عني إنه لفرح فخور. തന്നെ ബാധിച്ച വിപത്തിനു ശേഷം അവന് അനുഗ്രഹം ആസ്വദിപ്പിച്ചാൽ അവൻ പറയുന്നു, എന്റെ കഷ്ടങ്ങളൊക്കെ തീർന്നു. പിന്നെ അവൻ ആഹ്ലാദത്താൽ മതിമറന്ന് ഗർവിഷ്ഠനാവുന്നു. പൊതുവിൽ മനുഷ്യൻ ആത്മപരിശോധന നടത്തുമ്പോൾ തന്നിൽ തന്നെ കണ്ടെത്തുന്നതും ജീവിതത്തിൽ സാധാരണ കാണപ്പെടുന്നതുമായ വിഡ്ഢിത്തത്തിന്റെയും ചിന്തയുടെയും ആസൂത്രണമില്ലായ്മയുടെയും അവസ്ഥയാണിത്. ഇന്ന് ശക്തിയും സന്തുഷ്ടിയും ഒക്കെയുണ്ടെങ്കിൽ പിന്നെ അഹങ്കാരമായി, നാട്യമായി, ചുറ്റുപാട് മുഴുവൻ പളപളപ്പുള്ളതായിട്ടേ അവന് തോന്നുകയുള്ളൂ. ഈ വസന്തത്തിന്റെ പിന്നിൽ ഒരു ശിശിരം വരാനുണ്ടെന്ന് അവൻ ചിന്തിക്കുകയില്ല. ഇനി നാളെ വല്ല വിഷമങ്ങളും വരികയാണെങ്കിൽ അവൻ ദുഃഖിതനാകുന്നു, ഖേദവും നൈരാശ്യവും പ്രകടിപ്പിക്കുന്നു, അസഹിഷ്ണുതയോടെ ദൈവത്തെ ശകാരിക്കുന്നു, അവന്റെ ദിവ്യത്വത്തെ ആക്ഷേപിച്ച് മനസമാധാനം കണ്ടെത്താൻ തുടങ്ങുന്നു. പിന്നീട് ഈ ദുർദിനങ്ങൾ കഴിഞ്ഞു പോവുകയും നല്ല ദിവസങ്ങൾ വരികയും ചെയ്താൽ മുമ്പുണ്ടായിരുന്ന അഹങ്കാരവും നാട്യവും സുഭിക്ഷതയുടെ പളപളപ്പിലെ ആനന്ദവും വീണ്ടും തുടങ്ങുകയായി. മനുഷ്യന്റെ ഈ അധമത്വം എന്തിനാണിവിടെ അനുസ്മരിച്ചത്? വളരെ ലളിതമായി മനുഷ്യനെ ഈ കാര്യത്തെപ്പറ്റി ബോധവാനാക്കുകയാണ് ഉദ്ദേശ്യം. ഇന്ന് സമാധാനാന്തരീക്ഷത്തിൽ നമ്മുടെ പ്രവാചകൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കുകയാണെങ്കിൽ ഭയങ്കരമായ ശിക്ഷയ്ക്കിരയാകും. ഇത് കേൾക്കുമ്പോൾ അങ്ങേയറ്റം പരിഹാസത്തോടുകൂടി അവർ പറയും, ശുദ്ധഭ്രാന്ത്. കണ്ടില്ലേ, നമ്മുടെ മേൽ അനുഗ്രഹങ്ങളുടെ പേമാരി തന്നെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നാനാഭാഗത്തും നമ്മുടെ യശസ്സിന്റെ പതാകകൾ പാറിക്കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ശിക്ഷ വരുമെന്ന ഭീഷണിയുമായി വന്നിരിക്കുന്നു. ഈ പട്ടാപ്പകൽ എവിടെ നിന്നാണ് നിനക്ക് ഇങ്ങനെയൊരു സ്വപ്നദർശനമുണ്ടായത്? യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ഉപദേശത്തിന് നിങ്ങൾ നൽകുന്ന പരിഹാസപൂർണമായ ഈ മറുപടി പ്രസ്തുത അധമത്വത്തിന്റെ നിന്ദ്യമായ പ്രകടനം മാത്രമാണ്. ഈ വിധത്തിലുള്ള ദുർവൃത്തികളും അബദ്ധസഞ്ചാരവുമെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ദൈവം നിങ്ങളുടെ ശിക്ഷ പിന്തിച്ചു വച്ചിരിക്കുകയാണ്. അവന്റെ അപാരമായ ദയയും കാരുണ്യവുമാണത്. പക്ഷേ ഈ അവസരത്തിലും നിങ്ങൾ ചിന്തിക്കുന്നു, ഞങ്ങളുടെ ഈ സുഖസമൃദ്ധികളെല്ലാം ഏതോ സൃഷ്ടികളുടെ കഴിവിൽ അധിഷ്ഠിതമാണ്. ഞങ്ങളുടെ ഈ പൂങ്കാവനത്തിൽ സദാ വസന്തം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരിക്കലും ശിശിരം വന്നേക്കുമെന്ന ഭീതി വേണ്ട.